ഭാഗവത പഠിതാക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ദിവസത്തെ ജ്ഞാനയജ്ഞം ഏകാഹ ജ്ഞാനയജ്ഞമായി നടത്തുവാൻ തീരുമാനിക്കുകയും ഈ ധന്യ മുഹൂർത്തത്തിൽ ഈ സുദിനത്തിൽ ജഗദംബികയുടെ സന്നിധിയിൽ നമ്മളിതാ സമാരംഭം കുറിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സമൂഹ പ്രാർത്ഥനയോടുകൂടി സങ്കല്പം ചെയ്ത് ഒരു യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ശക്തിയാണ് പങ്കെടുക്കുന്നവർക്കും തലമുറകൾക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ ജ്ഞാനയജ്ഞം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിശ്ചയിച്ചത്. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഈ അമ്മയുടെ സന്നിധിയിലാണ് നമുക്ക് നടത്താൻ നിയോഗമുണ്ടായിരിക്കുന്നത്. ഇവിടുന്ന് നിശ്ചയിച്ചതാണ്. അതുകൊണ്ടാണ് ഈ സുദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. പണ്ട് സനകാദി ഋഷീശ്വരന്മാര് ഉപദേശിച്ചു തന്ന അതേ പ്രാർത്ഥനാ മന്ത്രം തന്നെ നമുക്കും ഇപ്പോൾ ജപിച്ചുകൊണ്ട് ആരംഭിക്കാം. പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിരിക്കുന്ന നിത്യജീവിത സമുദ്രത്തിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കരുണാമൂർത്തെ കരകയറ്റണമേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. ഈ കലിയുഗത്തിൽ സകല ധർമ്മങ്ങളും ഏതൊരു ശ്രീമദ് ഭാഗവതമാകുന്ന പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപത്തെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത്, ആ ഭാഗവത സ്വരൂപിയായ ഭഗവാനെ ഞങ്ങളിതാ സർവാത്മന ആശ്രയിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടുത്തെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുന്നു. തടസ്സം കൂടാതെ സബലീകരിച്ച് അടിയങ്ങളെ അവിടുത്തെ ദാസന്മാരാക്കി അനുഗ്രഹിക്കണമേ. സാക്ഷാൽ ശ്രീശുഖ ബ്രഹ്മഋഷി ആചാര്യ സ്വരൂപത്തിൽ കുടികൊണ്ട് ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം ചൊരിഞ്ഞ് ഞങ്ങളുടെ ജീവിതം, തലമുറകളുടെ ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഒടുവിലായി 20,800 രാജാക്കന്മാർ ഭഗവാനെ ഒരുമിച്ച് നമസ്കരിച്ച മഹാമന്ത്രം, ആ മന്ത്രസംഹിത കൂടി ജപിച്ച് നമുക്ക് സമർപ്പിക്കാം. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലിത്തര കേട്ട് ചൊല്ലിയാൽ മതി. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാം ഉദ്ധര ഭവാന്നവൽ ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര
വിശാരദ ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണത ക്ലേശ നാശായ ഗോവിന്ദായ നമോ ഭാഗവത സ്വരൂപിയായ കാര്യങ്ങൾ നേരിട്ട് അർച്ചന ചെയ്യുകയാണ്. അവിടുത്തെ പാതാരബന്ധത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരബന്ധത്തിൽ സമർപ്പിക്കുകയാണ്. ഈ ഒരു ഭാവനയോടുകൂടി നാരായണ നാമം ജപിച്ച് വരിയേറ്റൊന്ന് ഇവിടെ ഈ ഇലയിൽ സമർപ്പിക്കുക. പാദത്തിലാണെന്നുള്ള ഭാവനയോടുകൂടി നാരായണ നാമം ജപിച്ച് സമർപ്പിക്കുക. കയ്യിലുള്ള പുഷ്പം സമർപ്പിക്കുക. വരിയായിട്ട് വരെ ഓരോ ഫ്രണ്ടിൽ ഓരോ റോവായിട്ട് വന്നിട്ട് സമർപ്പിക്കുക. എന്നിട്ട് അവിടെ പിറകിൽ നിൽക്കുക. അത് കഴിഞ്ഞ് മംഗളാരതിയോടുകൂടി ആരംഭിക്കുക. പിടിക്കാവോ? 10 മിനിറ്റായിട്ട്